ഹലോ, ഇതിപ്പം എത്ര മണിയായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 6 മണിയായിരിക്കുന്നു. ഞാൻ എന്തിനാണ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഞാനവിടെ പോകുമെന്ന് ഞാൻ ജീവിതത്തിൽ വിചാരിച്ചില്ല, ബിക്കോസ് എനിക്ക് അത്ര താല്പര്യമില്ല. ഇപ്പോഴും എനിക്ക് ഓവർ എക്സൈറ്റഡ് അല്ല. പക്ഷേ ഓക്കെ, എല്ലാവർക്കും പോകണം എന്നുണ്ട്. അപ്പം ഓക്കെ, നമുക്ക് പോയി നോക്കാം. നല്ല സ്ഥലമാണെന്ന് അവർ പറയുന്നു. സ്പ്ലാഷ് ഐലൻഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്, വാട്ടർ തീം പാർക്ക്. ഓക്കെ, അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ എണീറ്റു. അപ്പം ഞങ്ങൾ വിചാരിച്ചു അവിടെ പോയ ഫുഡ്, അവർ പറഞ്ഞു, എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയവരാണ്. അപ്പോൾ അവർ പറഞ്ഞു ഫുഡ് അവിടെ വില കൂടുതലാണ്, ഈ ഫുഡ് കഴിക്കാൻ കിട്ടില്ല. അപ്പം നമുക്ക് തന്നെ ഉണ്ടാക്കിയിട്ട് പോകാം, ചിലവിൻ്റെ ചുരുക്കത്തിൻ്റെ ഭാഗമായിട്ടെന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാം. മീൻസ് വെജിറ്റേറിയൻ കഴിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം ചപ്പാത്തിയും ഉള്ളിയും തക്കാളിയും വഴറ്റി എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അത് നമ്മൾ ചീത്തയാവില്ല. അപ്പം ഇറ്റ്സ് ഫൈൻ, ക്യാരി ചെയ്യാനും ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിച്ചു. ചപ്പാത്തി കുഴച്ച് വെച്ചു. അതുകൊണ്ട് കൈയൊക്കെ പെയിൻഫുൾ ആണ്. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളല്ല, ഞാൻ ഒരാൾ പെണീറ്റ് പോയിട്ടുള്ളൂ. ഇനി അവളിനി അവിടെ പോയി ഉള്ളിയും ഒക്കെ എടുത്ത് വയ്ക്കും. പിന്നെ ഫ്രണ്ട്സ് വരുന്നുണ്ട്, കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ഇറങ്ങണം. ഇതൊക്കെ കൂടെ എങ്ങനെ നടക്കാനാണ് ഇനി ബാക്കി കുളി മറ്റേ വാട്ടർ തീം പാർക്കിൽ പോയി കുളിക്കാമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. വീഡിയോയിലേക്ക് പോവാം, കമോൺ. ചിലപ്പം വെള്ളം ഇല്ലാത്തതുകൊണ്ടായിരിക്കും നമ്മൾ വാട്ടർ തീം പാർക്കിൽ പോകാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെയും നമ്മൾ വിചാരിക്കാം. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കുളിക്കാമല്ലോ. ഓക്കെ, എന്നാൽ ഞാൻ ഈ പരിപാടി കഴിഞ്ഞിട്ട് വരാം. വാവ് അമർ, ഇതൊക്കെ അവരുണ്ടാക്കിയതാണെന്ന് വിചാരിക്കരുത്, എല്ലാം ഒരു ഷോയാണ്. ഇതിൻ്റെ ഇപ്പം നമ്മുടെ ഉള്ളി വഴറ്റാൻ വെച്ചിരിക്കുന്നത് കുറേ ടൈം തലേ കണ്ടു. പോകാൻ റെഡി ആയി കഴിഞ്ഞു. ആൻഡ് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി നേരെ സ്പ്ലാഷിൽ പോയി വെള്ളത്തിൽ കളിക്കാൻ പറ്റും. ഓക്കേ, ഹായ് ഗൈസ്, ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. യെസ്, ഓക്കെ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട് എൻ്റെ പുതിയ തൊപ്പി. ഓക്കെ, സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ ഞങ്ങൾ ഫുഡ് കാണാൻ പറ്റും. ഇവിടെ എൻട്രി ഇല്ല ഫുഡിൻ്റെ. അപ്പം ഞങ്ങളെല്ലാം ഒളിപ്പിച്ച് എല്ലാവരുടെ അടുത്തും ഓരോന്നായിട്ട് കയറ്റി വെച്ചിരിക്കാൻ. പിടിച്ചാൽ മൂഞ്ചും, പിടിച്ചാൽ വെളിയിൽ നമ്മൾ തിന്നിട്ട് കയറേണ്ടി വരും. ഉണ്ടാക്കിയതൊക്കെ വേസ്റ്റ് ആവണ അവസ്ഥയിലാണ്. ബട്ട് ഇറ്റ്സ് ഫൈൻ, ഇത് നോക്കാം. സ്റ്റുഡൻറ്റിനൊന്നും ഓഫർ, ബട്ട് ഇറ്റ്സ് ഫൈൻ. നമ്മളിനിമോ സ്റ്റുഡൻ്റ് അല്ലല്ലോ, നമ്മളിനിയിപ്പോൾ പഠിച്ച് ഗ്രാജുവേറ്റ് ആവാൻ പോണ പിള്ളേരാണ്. Give everyone one. They will take. No, you can take them. You have that pouch. Yay! നമ്മൾ VIP ആയി guys. No, because actually these tickets are until the 5. These are entrance. 4 o'clock it will close. Yeah, 4 or 5. There's slash. 10:30. Hey. That's nice. They're busting. അയച്ചോടാ, കുറെ മുയൽ കുട്ടികളുണ്ടല്ലോ. ഉറങ്ങാ കുറെ പേര്. ഇവിടുത്തെ ഫീമെയിൽ ചേഞ്ചിങ് റൂം, ഷവർ സെക്ഷൻ ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ ഓക്കെ, ഇനി ഡ്രസ് ചേഞ്ച്. ഗേൾസ് ആർ റെഡി. യെസ്. ഓക്കെ, ഞങ്ങളിപ്പം ലോക്കറിൽ ഇവിടെ ആണെങ്കിൽ എക്സ്ട്രാ 200 കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അതിലേക്ക് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴേ ബാഗൊക്കെ വയ്ക്കാൻ പറ്റില്ല, ഞങ്ങൾ ബാഗ് ഇതിൽ വെച്ചിട്ടില്ല. ഓ, ടാറ്റു ഒക്കെ ഇവിടെ വയ്ക്കാം. ഹെന്ന ടാറ്റു ആണ്. ഓക്കെ,
കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ആൾക്കാരൊന്നും കാണുന്നില്ല, ചില കടയിൽ മാത്രമേ ആളുള്ളൂ. ഓക്കെ, ലോക്കറിൽ കൊണ്ടുപോയി വെച്ചിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് വേണ്ടത് ചെയ്തിട്ട് വരാം. അവൾ ഇറങ്ങിക്കഴിഞ്ഞു ഗൈസ്. Don't jump it off. Your knee. എടാ, it's not deep. It's not deep. Yeah, it's fine. It's only. ഇതെന്തോ ഒരു റിവറാണ്, എന്താണെന്ന് എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല. നൈസ്. ഓ, ഓക്കേ. ഇവിടെ 2 ക്യാമറമാനാണ്. ഇവൻ മെയിൻ, ഞാൻ അസിസ്റ്റന്റ്. അപ്പം ഞാൻ നിർമ്മിച്ചു. എനിക്ക് ആകെ ഒരുമാതിരി തോന്നുന്നു. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഞാൻ പൂളിൽ പോയിട്ടുള്ളത്. വാട്ടർ തീം പാർക്കിൽ ഞാൻ കുറേ കൊല്ലത്തിന് മുമ്പ് സ്കൂളിൽ പോയതാ. എനിക്കാണെങ്കിൽ നീന്താനും അറിയാൻ പാടില്ല. 5ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലാണ് തോന്നുന്നു ലാസ്റ്റായിട്ട് ഞാൻ വാട്ടർ തീം പാർക്കിൽ പോയത്. പിന്നെ അതിനുശേഷം പോയിട്ടില്ല. എൻ്റെ ദൈവം നമ്മൾ എന്തൊക്കെയോ വീഴുന്നു. ഓക്കേ, എന്നെ കൊണ്ടുപോവാണ് ഗൈസ്. Then what about me? വന്നേക്ക. എൻ്റെ ഫോണ് എത്രയൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് അറിഞ്ഞൂടെ. എൻ്റെ ഫോണിന് വെള്ളമായതുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം ഇനി അടുത്ത റൈഡ്സിലൊക്കെ ഇത് കഴിഞ്ഞ് വേണം പോവാൻ. സെത്തുപോടാ. ഞങ്ങൾ പോവാൻ പോണത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ള ഒരു ഇതിലേക്കാണ്, റൈഡാണ്. സംഭവം 4 മെമ്പേഴ്സാണ് അതിനകത്ത് ഇരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ടു സ്കെയറി ആക്ച്വലി, ബട്ട് നോക്കാം എന്താവും ആവും. ആ ഗ്രീനിൽ കൂടെ ഞങ്ങൾ പോകേണ്ടത്. ഞങ്ങൾക്ക് പോകാനുള്ള അത് കയറി വരുന്നതാണല്ലോ. 3 മെമ്പേഴ്സാണ് പോവാം. ഓക്കെ, ഞങ്ങൾ എത്താറായി. പേടിയുണ്ടോ? എനിക്ക് കുഴപ്പമില്ല.
എന്നെയും പിടിച്ചോട്ടോ. എന്നെ നിങ്ങൾ ലോക്ക് ചെയ്തോ. ബൈ. Oh my god. When water comes, call me. Take that. Take that out. ഞങ്ങളിപ്പം കഴിക്കാൻ വന്നേക്കോ. ഓക്കെ, ഞങ്ങൾ ഇനി കഴിച്ചിട്ട് ഇനി അടുത്ത റൗണ്ട് പോകും. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ എന്തൊക്കെ കൊണ്ടുവന്നേക്കണേന്ന് കാണിച്ചാൽ ഇനി കുറച്ച് സാധനങ്ങളുണ്ട്. അത് ഈ ബാഗിലില്ല, വേറെ ബാഗിൽ വെച്ചേക്കുക. ആൻഡ് ഇതാണെങ്കിൽ കണ്ടീഷണർ, ഞാൻ തന്നെ എഴുതിച്ചാൽ ഇത് കണ്ടീഷണർ നിറച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ സോപ്പ് ഡപ്പ. അതിന് ഇത് നല്ല യൂസ്ഫുൾ ആട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളതൊന്നും മൈൻഡ് ആക്കരുത്. എനിക്കാണെങ്കിൽ ഈ മറ്റേ സംഭവം യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല. ഈ സോപ്പ് തന്നെ യൂസ് ചെയ്യണം. ബോഡി വാഷ് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇതാവുമ്പം ഇതങ്ങനെ ഇരുന്നോളും. കണ്ടോ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സോപ്പാണ്. ഇത് കഴിഞ്ഞ ട്രിപ്പ് തൊട്ട് ഇങ്ങനെ തന്നെ ഇരിക്കണത്. അതുകൊണ്ട് നമ്മൾ ചുമ്മാ ഒരു സേഫ്റ്റിക്ക് എടുത്ത് വെച്ചിരിക്കാം. എന്താ സാഷേ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നമ്മുടെ ക്ലിനിക് പ്ലസ്. ഇത് ഫേസ് വാഷ് നിറയ്ക്കാനുള്ള ഡപ്പയാണ്. ഞാൻ ഫേസ് വാഷ് നിറച്ചിട്ടില്ല. പിന്നെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ സൺസ്ക്രീൻ, ബോഡി ലോഷൻ, പിന്നെ മോയ്സ്ചറൈസിങ് ക്രീം, അങ്ങനത്തെ കുഞ്ഞായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇത് സൺസ്ക്രീൻ ആവശ്യമുള്ള കാര്യം ആയതുകൊണ്ട് നമ്മൾ എടുത്ത് വെച്ചതാണ്. അപ്പം അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് അവളുടെ ഫുഡ് കറിയുടെയാണ്. ബാക്കിയൊന്നും എൻ്റെ കയ്യിലില്ല. പിന്നെ ആക്സിഡൻ്റലി എൻ്റെ കയ്യിൽ പെട്ടിട്ടുണ്ട് എൻ്റെ സ്പ്രേ. നല്ല സ്മെല്ലാട്ടോ. പക്ഷെ ഇപ്പോൾ തെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ തന്നെ പിന്നെയും വെള്ളത്തിനകത്തേക്ക് ഇറങ്ങാൻ പോകുന്നതുകൊണ്ട് ഇതൊക്കെ പോവും. ഇതിൻ്റെ പേഴ്സ് ഞാൻ തന്നെ വാങ്ങിച്ചതാണ്. എനിക്കെന്നെ സ്വയം ഗിഫ്റ്റ് ചെയ്തതാണ് ഞാൻ. കുട്ടി പേഴ്സ്. ഇതിനകത്ത് പൈസ ഉണ്ട്, ഞാൻ കാണിച്ചു തരില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾ കണ്ണ് തള്ളിപ്പുണ്ടോ? പിന്നെ ഇതിൻ്റെ മരുന്ന് ഡപ്പ. ഇതിനകത്ത് എല്ലാ മരുന്നുകളും ഉണ്ടാവും, ഇൻക്ലൂഡിങ് മൈ ബാൻഡേഡ് ഓൾസോ ഫോർ സേഫ്റ്റി റീസൺസ്. ഞാൻ യൂഷ്വലി ക്യാരി ചെയ്യും. പാരസെറ്റമോൾ, നോർഫ്ലോക്സ് അങ്ങനെയെല്ലാം ഉണ്ട്. അലർജി വന്നാൽ കഴിക്കാനുള്ള മരുന്ന്. ബിക്കോസ് വി കാൺ ട്രസ്റ്റ്. അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ ലിപ്സ്റ്റിക് അത്രേ ഉള്ളൂ. പിന്നെ വേറെന്താ, വെറ്റ് വൈപ്സ്. ഇതിൻ്റെ കോളേജ് ID. ബിക്കോസ് ഇതെന്തിനാ വെച്ചേന്ന് നിങ്ങൾക്ക് ചോദിക്കാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഞാനാണെന്നറിയാൻ വേണ്ടി ഞാൻ ID കാർഡ് ഒരു സേഫ്റ്റിക്ക് എടുത്ത് വെച്ചതാണ്. അപ്പം ഓക്കെ, അടുത്തത് ഇവിടുന്ന് എന്തോ സാധനം വാങ്ങിച്ചു വന്നു. എന്ത്? സ്നോ ഐസ്. കം എൻ്റെ സെൽഫ് ലോഗ് കഴിഞ്ഞു. കമോൺ. ഞാൻ പേടിച്ച് മാറി നിൽക്കുകയാണ് എൻ്റെ അടുത്ത് നിന്ന്. സ്നോ ഐസ് ഇത് ഞാൻ ഇങ്ങനെ കുടിച്ചാൽ മതി. ഇറ്റ്സ് നൈസ്. ഐസാണ്, അത് നല്ല ഫ്ലേവർ. ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിഞ്ഞ് ഞങ്ങളുടെ റെസ്റ്റിംഗ് ടൈം തീർന്നിരിക്കുന്നു. അപ്പം ഞങ്ങളങ്ങനെ അടുത്ത റൈഡിലേക്ക് പോവാണ്. ഓക്കെ, ഇങ്ങനെ കെട്ടിയോണ്ട് ഗുണമുണ്ട് കേട്ടോ. കാണാനൊരു ലുക്കില്ലെങ്കിലും എനിക്ക് നല്ല വഴിമറിപ്പിക്കും. ഓക്കെ, കാണാൻ വലിയ ലുക്കില്ലെങ്കിലും എനിക്ക് നല്ല സമാധാനമുണ്ട് അല്ലേ? എന്താണ് പറയാനുള്ളത് വന്നതിൽ? നല്ല രസമുണ്ടായിരുന്നു. 2 റൈഡാണ് നമ്മളിപ്പോൾ ചെയ്തത്. രണ്ടും നന്നായിട്ടുണ്ട്, കൊള്ളാം, നന്നായി എൻജോയ് ചെയ്തു. ഇനി 2 റൈഡും കൂടിയാണ് നമുക്ക് ലെഫ്റ്റ് ചെയ്ത്. പിന്നെ ഈ സംഭവം ഉണ്ട്, എന്താ വാൾ ക്ലൈംബിങ്, ആർച്ചറി, ഡാർട്ട്, അങ്ങനെ കുറേ സംഭവങ്ങൾ കൂടി ഉണ്ട്. ഡാർട്ട് ഇങ്ങനെ കുഞ്ഞൊരു ആരോ ഈ സാധനത്തിൽ വന്ന് പോലെ അല്ല മറ്റേ ഈ സർക്കിൾ പോലെ ഇവരില്ലായ്മ ഒരു തെറ്റ. ഏതെങ്കിലും പിള്ളേർ വരുന്നുണ്ടെങ്കിൽ ഫ്ലാഷിലേക്ക് വരുന്നുണ്ടെങ്കിൽ
ആ അതായിരിക്കും നല്ലത്. പല്ല കുക്ക് ചെയ്തിട്ട് രാവിലെ എണീറ്റ് കുക്ക് ചെയ്തിട്ട് വന്നാൽ മതി. 10 മണിയാകുമ്പോഴൊക്കെ നിങ്ങൾ 10 മണിയല്ല, ഒരു 9:30 10 മണി ആകുമ്പോൾ നിങ്ങൾ ഇറങ്ങിയാൽ മതി. നിങ്ങൾ എത്തിക്കോളും കറക്റ്റ് ടൈമിന്. ബിക്കോസ് എനിവേ 1 മണിക്കൊക്കെ ഇവിടുത്തെ എല്ലാതും സ്റ്റാർട്ടാവുള്ളൂ. സോ നിങ്ങൾ മാക്സിമം അങ്ങനെ വരാൻ നോക്കുക. എന്നിട്ട് ഫുഡ് കൊണ്ടുവരിക. ഇവിടെ മര്യാദയ്ക്ക് നമുക്ക് സമാധാനമായിട്ട് കഴിക്കാനുള്ള ഫുഡൊന്നും കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ അവർ കാണാത്ത രീതിയിൽ ഫുഡ് വെച്ചിട്ട് വരും. എൻ്റെ പൊക്കത്ത് ഡ്രസ്സ് വെച്ചിട്ട്. ചിലപ്പോൾ ഇവിടെ അലൗഡ് അല്ല സംഭവം. അത്രേ ഉള്ളൂ. അപ്പം ഇനി ഞങ്ങൾ ലോക്കറിലെല്ലാം വെച്ചിട്ട് അടുത്ത റൈഡിന് പോകും. ഞങ്ങളിപ്പം ഡ്രസ്സൊക്കെ ചെയ്ത് കണ്ടു. സിപ്പ് ലൈനിങ്ങിന് പോകാൻ പോവാണ്. കാണിച്ചു തരാവേ. എന്താണ് തോന്നുന്നത്? പേടിയുണ്ട്. കുഴപ്പമില്ല. ഹെൽമെറ്റ് ലൂസാണോ? ഹെൽമെറ്റ് ലൂസാണ്. ചെറിയ താഴെ വീണ എന്ത് പറ്റുമെന്ന് അറിയോ? ചത്തു പോയിരിക്കും. അല്ല നല്ലതും ചെറുതായിട്ട് ഡോക്ടേഴ്സിന്റെ ഇവിടെ എത്ര പേര് അപ്പോൾ അറിയില്ലേ? ഞാനൊരു ഡോക്ടറാണ്, ഇവനൊരു ഡോക്ടറാണ്, നീ ഒരു ഡോക്ടറാണ്, പിന്നെ വയ്യാന്ന് എല്ലാവരും ഡോക്ടേഴ്സാണ്. ഇയാളെ ഡോക്ടേഴ്സാണ്. அதே பெடல் பண்ணிட்டு இப்போ கால் வலிக்காம பெடல் பண்ண அவ்வளோதான். ஓகே பிரேக் விடு. போடு. பெடல் செய்யா. ஃபீட் அப்படி உனக்கு ஹைட்டுக்கு எங்கே இடிக்கும்? On the line. ഏറ് ട്രൈ ചെയ്. ഡൗൺ റൈറ്റേ പോവാമോ? ഓക്കെ, അപ്പം ഇന്നത്തെ എല്ലാ പരിപാടിയും തീർന്നു. എൻ്റെ കൺമഷി ഇതുവരെ പോയിട്ടില്ല. ടയേർഡായി. ഞാൻ കുളിച്ചു, എങ്ങനെയൊക്കെയോ കുളിച്ചു. എൻ്റെ ദൈവമേ, അതൊന്നും ഒന്നാമത് നനഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സ് മാറി കുളിക്കണത് ഒരുമാതിരി വൃത്തിയായിട്ട പരിപാടിയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ ആണെങ്കിൽ ഒരുമാതിരി ഭയങ്കര ബോറായിരുന്നു. ഓക്കെ, എല്ലാവരും ടയേർഡായിരിക്കുകയാണ്. ഞങ്ങൾ ഗ്രാബ് ബുക്ക് ചെയ്തിട്ട് വീട്ടിൽ പോവാണ്. വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങണം. നാളെ ഡ്യൂട്ടി ഉണ്ട്. അപ്പം അത്ര തന്നെ. ഓക്കെ, ടാറ്റ, ബൈ ബൈ. ഐ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ഇറ്റ് ആൻഡ് ബൈ. Subscribe please. Yes, subscribe, like and share.